സ്ത്രീകൾക്ക് ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും ഒരു കുടക്കീഴിൽ മികച്ച ക്വാളിറ്റിയിൽ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നു. ബി ഫാഷൻ ലേഡീസ് ഇന്നർവെയർ ആൻഡ് റെഡിമെയ്ഡ്സ്, TP കോംപ്ലക്സ് നിയർ PAK ഗോൾഡ്, പൂക്കോട്ടുംപാടം. നിലമ്പൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഉപവരണാധികാരി നിലമ്പൂർ തഹസിൽദാർ വി വിനോദ് കുമാർ മുമ്പാകെ പത്രിക സമർപ്പിച്ചു. പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിടത്തിൽ പ്രാർത്ഥിച്ച ശേഷമാണ് പത്രിക സമർപ്പിക്കാൻ ഷൗക്കത്ത് താലൂക്ക് ഓഫീസിലെത്തിയത്. പുല്ലങ്കോട് എസ്റ്റേറ്റിലെ INTUC പ്ലാന്റേഷൻ തൊഴിലാളികൾ കൈമാറിയ കെട്ടിവെക്കാനുള്ള തുക മാതാവ് PV മറിയുമ്മയിൽ നിന്നും ഏറ്റുവാങ്ങി അനുഗ്രഹവും വാങ്ങി. മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ട്രഷറർ PV അബ്ദുൽ വഹാബ് MP, VA കരീം, ഇസ്മായിൽ മൂത്തേടം, A ഗോപിനാഥ്, UDF നിയോജകമണ്ഡലം ചെയർമാൻ CH ഇക്ബാൽ, കൺവീനർ NA കരീം തുടങ്ങിയ UDF നേതാക്കളും പ്രവർത്തകരും ആര്യാടൻ ഹൌസിലെത്തിയിരുന്നു. പിന്നീട് മുക്കട്ട വലിയ പള്ളി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിടത്തിൽ പ്രാർത്ഥന നടത്തിയ ശേഷമാണ് പത്രിക സമർപ്പിക്കാൻ പോയത്. രാവിലെ 11:30 വെളിയന്തോട് നിന്നും നൂറുകണക്കിന് UDF പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി താലൂക്ക് ഓഫീസ് പരിസരത്തേക്ക് തിരിച്ചു. ഇവിടെ നിന്നും ഉപവരണാധികാരിയായ തഹസിൽദാരുടെ മുന്നിലെത്തി പത്രിക സമർപ്പിക്കുകയായിരുന്നു. UDF നേതാക്കളായ PV അബ്ദുൽ വഹാബ് MP, UDF നിയോജകമണ്ഡലം ചെയർമാൻ CH ഇക്ബാൽ, കൺവീനർ NA കരീം, ഇസ്മായിൽ മൂത്തേടം, A ഗോപിനാഥ്, അഡ്വക്കേറ്റ് ബാബു മോഹനക്കുറുപ്പ്, പാനായി ജേക്കബ്, KT കുഞ്ഞാൻ, ബാബു തോപ്പിൽ, നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ്, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജോസ്മി P തോമസ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. 3 സെറ്റ് പത്രികയാണ് ആര്യാടൻ ഷൗക്കത്ത് സമർപ്പിച്ചത്. കഴിഞ്ഞ 8 മാസം മുൻപാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിലൂടെ നിലമ്പൂരിലെ ജനങ്ങൾ 11,000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് എന്നെ വിജയിപ്പിച്ചയച്ചത്. ഞാനന്ന് അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്. കഴിഞ്ഞ 10 വർഷമായി 9-10 വർഷമായി നിലമ്പൂരിൽ മുടങ്ങിക്കിടന്ന ഓരോ പദ്ധതികളും ഈ വരുന്ന കുറഞ്ഞ സമയം കൊണ്ടാണെങ്കിലും പരമാവധി അതിനെ പുനരാവിഷ്കരിക്കാനും പുനരുജ്ജീവിപ്പിക്കാനും എൻ്റെ ഭാഗത്തുനിന്നുള്ള വലിയ ശ്രമം ഉണ്ടാവുമെന്ന് അന്ന് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നിലമ്പൂർ ബൈപ്പാസ് ആവട്ടെ, മലയോര ഹൈവേയുടെ 3rd റീച്ച് ആവട്ടെ, എടക്കര ബൈപ്പാസ് ആവട്ടെ, നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന്റെ സ്ഥലമെടുപ്പാവട്ടെ, ഇതൊക്കെ നമുക്ക് കഴിഞ്ഞ 9-10 വർഷം കൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ നമുക്ക് കഴിഞ്ഞ ഒരു 7-8 മാസം കൊണ്ട് അതിനിടയ്ക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നു. ഒരു മാസം ഒന്നും ഒരു ഗവൺമെന്റ് ഉത്തരവും പാടില്ലാത്തൊരു കാലം വന്നു, പ്രോട്ടോകോൾ വന്നു. അത് കഴിച്ചാൽ 200 ദിവസമാണ് ലഭിച്ചത്. ആ 200 ദിവസം കൊണ്ട് 200 പദ്ധതികൾക്ക് സർക്കാരിൽ നിന്ന് ഉത്തരവുകൾ വാങ്ങാൻ സാധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ഇനിയും നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് നിലമ്പൂരിൽ ചെയ്യാനുണ്ട്. കാരണം നമുക്ക് ആദിവാസി മേഖലയിൽ, അതുപോലെ തന്നെ ടൂറിസം മേഖലയ്ക്ക് കഴിഞ്ഞ 10 വർഷമായി നിലമ്പൂര് കൃത്യമായി അവഗണിക്കപ്പെട്ടിരിക്കുക. 10 വർഷമായി ടൂറിസം മേഖലയിൽ ഒരു 10ന്റെ നയാ പൈസ നിലമ്പൂർ പോലത്തെ സ്ഥലത്ത് മുടക്കിയിട്ടില്ല. അതുപോലെ തന്നെ വന്യമൃഗശല്യം വളരെ രൂക്ഷമായി നിൽക്കുന്ന അവസ്ഥ. നമ്മുടെ KSRTCയുടെ ബസ് സ്റ്റാൻഡ് ഇപ്പോഴും അത് ആ തൂണിൽ നിൽക്കുന്നൊരവസ്ഥ വിശേഷം. നമ്മുടെ KNG റോഡ് 450 കോടി രൂപയ്ക്ക് UDF കൊണ്ടുവന്ന റോഡ്, അത് കേവലം 230 കോടി രൂപ അതിൽ നിന്ന് വെട്ടിമാറ്റിയതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇത്ര കാലം നമ്മളിത് അനുഭവിച്ചത്. UDF കൊണ്ടുവന്ന പദ്ധതിയാണ്. അതൊക്കെ നമുക്ക് ഇനിയും പുനരുജ്ജീവിപ്പിക്കേണ്ടതുണ്ട്. പുതിയ പദ്ധതികൾ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനൊക്കെയുള്ള യാതൊരുവിധ സംശയവും കാര്യങ്ങളില്ല. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹം ഭരണപക്ഷത്തിരിക്കും. കേരളത്തിൽ പിന്നെ എന്താ സംശയം, എത്ര സീറ്റ് എന്നുള്ളതാണ്. 99+ ആണോ, 1-2 അങ്ങോട്ടോ എന്നുള്ളതാണ്. അവസാന നിമിഷത്തിലുണ്ടായ ഈ തർക്കങ്ങളും, ഏത് തർക്കം? സീറ്റുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾ എല്ലാത്തിലും ഉണ്ട്. തർക്കം അവിടെ ഇല്ല. അത് കഴിഞ്ഞിട്ടില്ല, തർക്കമൊന്നുമില്ലല്ലോ. എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞില്ല. എത്ര സീറ്റിലേക്കാണ് UDF വരാൻ സാധ്യത? ഞാൻ പറഞ്ഞില്ലേ, 100+. അതാണ് നമ്മുടെ ടാർഗറ്റ്. ടീം UDF 100+. വലിയ പ്രതിഷ്ഠന്റെ അടിസ്ഥാനം. അത്രത്തോളം മോശമായിരുന്നു ഭരണം. കഴിഞ്ഞ സർക്കാരിന്റെ ഭരണം അത്രത്തോളം മോശമായിരുന്നു എന്നെ പ്രതീക്ഷിക്കുന്നത്. സാധാരണ കേരളത്തില് ഒരു വല്ലപ്പോഴും ഉണ്ടാകാറുള്ളൂ. കാരണം ഇതുപോലുള്ള ചുറ്റുപാടുണ്ടാകുമ്പോൾ ഏത് നിരക്കാണെന്നുണ്ടെങ്കിലും, കേരള സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും ഒക്കെ കേരള ജനങ്ങളെ ഒരു ഭരണമാറ്റം എന്നോ ആഗ്രഹിച്ചിട്ടുണ്ട്. അതിന് തെളിവുകൾ ഇതിനു മുമ്പത്തെ പ്രാവശ്യം കൊടുത്തു എല്ലാ ബൈ ഇലക്ഷനിലും. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.